ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മളിതാ ഇപ്പോൾ 8:10 നമ്മൾ ഊബറൊന്നും ഓൺ ചെയ്തില്ല. അപ്ഡേഷൻ ഉണ്ടാവട്ടെ. അപ്ഡേഷൻ ഊബർ ഇല്ല കേട്ടോ, അപ്ഡേഷൻ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഫസ്റ്റ് പോയി CNG അടിക്കട്ടെ കേട്ടോ. 2 ഘട്ടം CNG ഉള്ളൂ. CNG അടിച്ചിട്ട് ഇങ്ങോട്ട് ഓണാക്കാൻ വെച്ചു. നമ്മളിവിടെ അടുത്ത് തന്നെ CNG പമ്പ് ഉണ്ടല്ലോ, അവിടെ പോയി CNG അടിക്കട്ടെ. ഓക്കെ, നമ്മൾ പോയി CNG അടിച്ചിട്ട് ഓണാക്കട്ടോ. എന്നൊരു ചൊവ്വാഴ്ച കേട്ടോ. ചൊവ്വാഴ്ച സാധാരണ ഓട്ടം ഉണ്ടാവലില്ല. എന്താ ഓടിയൊക്കെ പോയൊക്കെ. എന്നൊരു രാവിലെ നീച്ചപ്പന്നെ ഒരു മൂടില്ല പണിക്കോ. എന്നാലും പോയോക്കട്ടെ, ഓട്ടം കിട്ടുമല്ലേ എന്താ അവസ്ഥ അറിയില്ല. നമ്മൾ ലെഫ്റ്റ് ആയിട്ട് പോണേ. ഇന്നലെ റൈറ്റല്ലോ, ഇന്ന് ലെഫ്റ്റ് പോയാൽ നമ്മൾക്ക് CNG പമ്പ് കിട്ടും. ഓക്കെ, നമ്മൾ CNG അടിച്ചിട്ട് കാണാം കേട്ടോ. ഓണാക്കാം നമുക്ക്. ഗൈസ്, നമ്മൾ 654 രൂപക്ക് CNG അടിച്ചു കേട്ടോ. CNG ഫുള്ളായിട്ടുണ്ട്. നമ്മൾ ഊബർ ഓണാക്കട്ടെ എന്തായാലും. ഊബർ എന്താ ഒന്ന് ഊബർ ഓൺ ചെയ്തിന്. സെർച്ചൊക്കെ കിടക്കട്ടെ. നമ്മൾ എന്തായാലും ഊബർ ഓൺ ചെയ്തിട്ടോ. ട്രിപ്പ് അടിക്കട്ടെ, എന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ഗൈസ്, നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ. 10 പാലത്തേക്ക് CNG അടിച്ച് ഇറങ്ങിയ ഉടനെ തന്നെ അടിച്ചേ. അപ്പോൾ എന്തായാലും പോയി പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ള അമൃത ഹോസ്പിറ്റലിലാട്ടോ. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്രിപ്പ് കൂടെ അടിച്ചിട്ടോ അമൃത ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ നമ്മളിവിടെ എന്നും വണ്ടി ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടോ. പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ വണ്ടി നേരത്തെ എന്താണോ സാധാരണ ഇത്ര വണ്ടി ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അതിന് നമ്മൾ ക്യാഷ് കളക്ട് ചെയ്ത് ഫസ്റ്റ് ട്രിപ്പിന് 170 രൂപ ക്യാഷ് കളക്ട്, 137 രൂപ നമുക്ക് കിട്ടും. 7 കിലോമീറ്റർ ഓടി. അതിലൊക്കെ കിലോമീറ്റർ 19 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ട്രിപ്പ് ഓൺലൈൻ ട്രിപ്പാണ്. അത് 5 കിലോമീറ്റർ ഓടി, അതുകൊണ്ട് 138. ഊബർ അത് കിലോമീറ്റർ 24 രൂപ വെച്ച്. ഊബറിൻ്റെ കമ്മീഷൻ ഓൺലൈൻ ട്രിപ്പാണെങ്കിൽ നല്ല റേറ്റും, അല്ലെങ്കിൽ കമ്മീഷൻ പിടിച്ചിട്ട് ചെറിയ റേറ്റും തരും. എന്താണാവോ നേരത്തെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പ് ഈ ഏരിയയിൽ നിന്ന് ട്രിപ്പ് അടിക്കുക അറിയില്ല. നമ്മളെന്തായാലും കുറച്ച് 9:30 അല്ലേ ട്രിപ്പ് അടിക്കുകയൊക്കെ, അല്ലെങ്കിൽ ഒരു 10 മണി വരെയൊക്കെ നോക്കാം. അല്ലെങ്കിൽ ആ ഭാഗത്ത് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. നമുക്ക് അമൃത ഹോസ്പിറ്റലിൻ്റെ കുറച്ചപ്പുറത്തുനിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടോ. അത് ആസർ മെഡിസിറ്റിക്കാണ്. 200 രൂപ ക്യാഷ് കളക്ട്, 130 രൂപ നമുക്ക് കിട്ടിട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അവിടെ മറ്റേ പാർക്കിങ്ങിൽ കിടന്നല്ലോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങ് എടുത്തു പോകുന്നത് ചടച്ചപ്പോൾ അവിടെ നിന്ന് എടുത്തു പോന്നപ്പോൾ ട്രിപ്പ് അടിച്ചു. ഇവിടെ എവിടെയൊക്കെ സർജ് കാണിക്കുന്നുണ്ട് കേട്ടോ. ലുലുമാളിൻ്റെ ഏരിയയൊക്കെ. ഓ, ബ്ലോക്കാണോ എന്താ സംഭവം? ഇത് ഇങ്ങനെ സർജ് എന്തത്? ആസ്റ്റർ മെഡിസിറ്റി എന്ന് ട്രിപ്പ് അടിക്കുന്നില്ലല്ലോ ഗായ്സ്. നമ്മളെ ജസ്റ്റ് ഒന്ന് അകത്ത് കയറി ഒന്ന് കറങ്ങിയിട്ട് പോവാം. ട്രിപ്പ് അടിക്കണേ എടുത്ത് പോവാം, അല്ലെങ്കിൽ അങ്ങനെ ആ ഭാഗത്തോട്ടെവിടെയിലൊക്കെ പോയി നോക്കാം. ഗായ്സ്, നമുക്ക് ട്രിപ്പ് അടിച്ചില്ല കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി. നമ്മളെന്തായാലും ഈ ലെഫ്റ്റ് സൈഡ് ഭാഗത്തോട്ട്, ചിറ്റൂർ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഞാൻ എന്തായാലും കിടക്കണില്ല, ഒന്ന് ട്രിപ്പ് അടിച്ചില്ല. കാരണം 10:30 മണിയായിട്ടുള്ളൂ. ഇപ്പോൾ അസറിനൊന്നും അടിക്കും തോന്നില്ല. ഉച്ചക്കേശൊക്കെ ആണെങ്കിൽ എന്തായാലും അടിക്കുക വരും. എന്തായാലും പയ്യങ്ങനെ പോയോക്കട്ടെ കേട്ടോ. ഒരു മാച്ചും വന്നില്ലല്ലോ, എന്താണ് സംഭവം? ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ദിവസം എങ്ങനെയാണോ മൊത്തത്തിൽ? സാധാരണ ഇപ്പോൾ 2 ദിവസമായിട്ട് ഓട്ടം ഉണ്ട് പൊതുവെ എല്ലാവർക്കും. ഇന്നിപ്പോൾ മുതൽ ഓട്ടം ഇല്ലാതെ ആയോ അറിയില്ല. എന്തായാലും ഞങ്ങൾ പയ്യങ്ങനെ പോയോക്കട്ടെ കേട്ടോ. നമുക്ക് ട്രിപ്പ് അടിച്ചില്ല കേട്ടോ. നമ്മൾ കുറേ 2 കിലോമീറ്റർ ഇങ്ങനെ പോകുന്നു. ചിറ്റൂർ ഭാഗത്തോട്ട് പോകുന്നുട്ടോ. അപ്പോൾ അവിടെ ഒരു പാലത്തിൻ്റെ ഒരു പാർക്കൊക്കെ ഉണ്ട്, ഒരു സ്റ്റേഡിയം പോലെ സംഭവം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ട് സൈഡാക്കി. ഇവിടെ ഒരു തണലുണ്ട്. അപ്പം ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നോക്കുക, ട്രിപ്പ് അടിക്കുക. അല്ലെങ്കിൽ ഇനി നമ്മൾ മുന്നിൽ പോകും. നമുക്കിപ്പോൾ ട്രിപ്പ് അടിച്ചിട്ടോ ഇൻഫോ പാർക്കിലോട്ട് കെവിന്. ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകേണ്ടി നോക്കട്ടെ. 1 കിലോമീറ്റർ എന്തോ പിക്കപ്പ് ഉണ്ട്. നമ്മൾ പാലം കയറണ്ട, അത് പാലം എവിടെയാണ് കിടക്കുന്നത്, വെള്ളം കണ്ട. അപ്പോൾ നമ്മൾ ബാക്കൊക്കെ പോകേണ്ടി കേട്ടോ. മേപ്പ് 1.5 കിലോമീറ്ററായി. നമുക്ക് ബാക്കൊക്കെ പോകണ്ടേ. നമ്മൾ യൂട്ടേൺ അടിക്കില്ല, നേരെ ബാക്കൊക്കെ പോകണ്ടേ. അപ്പോൾ നമ്മൾ പോയി പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ഗായ്സ്, നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലോട്ടായിരുന്നു കേട്ടോ, ഇൻഫോ ബാക്കി ഭാഗത്ത്. അത് 298.40 രൂപ കേട്ടോ. 42 മിനിറ്റ്, 20 കിലോമീറ്റർ. വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല കേട്ടോ.
നമ്മൾ ടോട്ടൽ 703 രൂപ ഒക്കെ ഏൺ ചെയ്തിട്ടോ. ഇത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നേ. ഒരു സാറായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്. ഒന്നും ഇന്ത്യ ഇങ്ങനെ പോന്നു. അപ്പോൾ നമ്മൾ ഇതിലങ്ങ് വന്നിട്ട് ഇതിലെ ലെഫ്റ്റിലൂടെ ആയിട്ടാണ് പോയി. സൗത്ത് ഇന്ത്യൻ ബാങ്കിട്ട് ഇങ്ങനെ കറങ്ങിയിട്ടാണ് പോയി. അതായത് ഞാൻ പറഞ്ഞു ഇതിലെ ഇപ്പോൾ നമ്മൾ ഈ റൂട്ടിന് ഇറങ്ങി പോരാ. ഈ റൂട്ടിന് ഇറങ്ങിപ്പോയാൽ കുറേ അപ്പുറം പോയിട്ടാണ് നമുക്ക് യൂ ടേൺ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലെ പോയാൽ ലെഫ്റ്റ് കയറി പോയാലോ ചോദിച്ചു. കുഴപ്പമില്ല, അതിലെ പോയിക്കോ, അതാകുമ്പോൾ നമുക്ക് യൂ ടേൺ അടിക്കണ്ടല്ലോ, പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് കയറാമല്ലോ പറഞ്ഞു. നമ്മളെ രാജഗിരി കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ അങ്ങനെ വരും. അവിടുന്ന് നമ്മൾ ഇൻഫോ പാർക്ക് റോഡ് ഇങ്ങോട്ട് കയറുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ടോ. ഇനി നമുക്ക് എവിടെയെങ്കിലൊക്കെ പോയി നോക്കട്ടെ. എത്രയായി? 11:45 ആകെ 4 ട്രിപ്പ് 703 രൂപ. അവള് ഇവിടെ ഷാഹിർ നേരത്തെ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിന് ചിറ്റേത്തുകര. ഷാഹിർ ഇവിടെ ഉണ്ട് കേട്ടോ. ഷാഹിർ ചെറുക്കൻ ഇവിടെയുണ്ട്. 210 മീറ്റർ. നമ്മൾ ഊബർ ഓഫ് ചെയ്യട്ടെ. ജസ്റ്റ് ചെക്കൻ്റെ അടുത്ത് പോയോട്ടെ. ചെക്കൻ പോയില്ലേക്കും ഒരു സർപ്രൈസ് കൊടുക്കാം. 200 മീറ്ററിലോ? എനിക്ക് തോന്നുന്നു നമ്മളെ ട്രിനിറ്റി വേൾഡിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ. ജസ്റ്റ് ഒന്ന് പോയോട്ടെ. ഷായറിൻ്റെ അടുത്ത് 210 മീറ്ററിൽ ഷായറുണ്ട്. ചെക്കനെ പോയി പിടിക്കട്ടെ. ജസ്റ്റ് ചെറുക്കനവിടെ ഒരു വാഗനർ കാണുന്നുണ്ടോ? ഓനാണോ നോക്കട്ടെ. നമ്പർ കാണില്ല. സൈഡ് നമ്പർ ഇല്ല വണ്ടിക്ക് എനിക്ക് തോന്നുന്നത്. യെസ്, ചെക്കൻ ഇവിടെ ഉണ്ട്. സലാമലൈക്കും. തുറക്കടാ. സബ്സ്ക്രൈബ് സർപ്രൈസ് അല്ല എനിക്ക്. ഒന്ന് പോടാ കൂടെ. ചായയും ചോറും 2 സൈഡ് ആക്കട്ടെ. ഊബർ ഓൺ ചെയ്യട്ടെ. ഞാൻ ഓഫ് ചെയ്ത് ഇന്നലെ എന്നോട് പറഞ്ഞ് ഓഫ് ചെയ്തിട്ട് സർപ്രൈസ് പറഞ്ഞോണ്ടേ ഓഫ് ചെയ്യട്ടെ. നമുക്ക് പിന്നെ വേറെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ലല്ലോ. അടിച്ചില്ല കേട്ടോ. നമ്മളാകെ 4 ട്രിപ്പ് ഓടി. നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് അടിച്ചപ്പോഴാരോ 10:55 11:45 ആയപ്പോൾ നമ്മൾ 11:45 നടത്തിയത്. അപ്പോൾ 1:15 നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഷായറിനെ കണ്ടിട്ട് ഞാൻ ഷായർ ഫുഡ് കഴിച്ചു വന്നു. പിന്നെ ട്രിപ്പ് അടിച്ചില്ല. എന്ത് ചെയ്യും? എന്നിട്ട് ട്രിപ്പ് അടിക്കില്ല. നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇൻഫോ പാർക്ക് ഭാഗത്തോട്ടും പോയോക്കട്ടെ. ട്രിപ്പ് അടിക്കണം. ആകെ 4 ട്രിപ്പ് ഓടിയിട്ടുള്ളൂ. CNG കഴിഞ്ഞ് AC ഇങ്ങനെ ഇരുന്നിട്ടേ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ. എങ്ങോട്ടാ നോക്കിയില്ല കേട്ടോ. മാച്ചാ വന്ന് എങ്ങോട്ടാ നോക്കിയില്ല. നമ്മളെന്തായാലും പോയി രാജഗിരി കോളേജിൽ നിന്നാട്ടോ നമ്മൾ പോയി എടുക്കട്ടെ. നമ്മളാ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അത് ഇവിടെ മാടവനേക്ക് ഉണ്ടോ. അത് 300 രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടോ. 229 രൂപ നമുക്ക് കിട്ടിയേ. നമ്മളെന്തായാലും മാടവനല്ലപ്പല്ലേ ലക്ഷോർ ഹോസ്പിറ്റലൊന്ന് പോയേക്കാം. ഉച്ചയല്ലേ ചിലപ്പോൾ ട്രിപ്പ് അടിക്കും. ഇവിടെ നിന്നാ ട്രിപ്പ് അടിക്കാൻ സാധ്യതയല്ല. ഈ പനങ്ങാട് മാടവന ഏരിയയിലൊന്നും. നമ്മുടെ ലക്ഷോർ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തോടൊന്ന് പോയോട്ടോ. എങ്കപ്പാത്താലും ഈ ചങ്ങായി തന്നെ ഈ ഷാഹിറും അല്ലക്ക. എവിടെ ചെന്നാലും ഈ ചങ്ങായി ഓടാനയക്കേയില്ല. ഇപ്പൊ ഇവിടെ മാടവനെ നമ്മളെത്തിയ ഇപ്പം മാടവനെയുണ്ട്. ഒരെത്തിയും ഞാൻ പോവാ എന്നെ കാത്തിക്കണേ. മൂടില്ലാന്ന് വെച്ചാൽ അപ്പൻ്റെ ട്രിപ്പ് ആയിട്ട് വന്നാണ്ടേ ഞാൻ ലക്ഷോർ പോയത്. ഗായ്സ് നമ്മള് ഷായറിനെ പിന്നെയും കണ്ടിട്ടോ. അല്ല ചെക്കമ്മടെ മാടവന വന്നാണ്. ഞാനും ഇവിടെ മാടവനക്ക് തന്നെ വന്നത് ട്രിപ്പ്. ഏതായാലും ഇപ്പൊ എന്തായാലും നമ്മളെ ലക്ഷോറിൻ്റെ അവിടെ പോയി കിടക്കാം. അപ്പൊ ഞാൻ ചോദിച്ച് അങ്ങോട്ടുണ്ടോ അവൻ്റെ ട്രിപ്പ്. അപ്പോൾ ഓൻ പറഞ്ഞില്ല, ഇവിടെ വരെ ഉള്ളു പറഞ്ഞു. അപ്പൊ എന്തായാലും ഓനും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷോറിൻ്റെ അവിടെ കിടക്കാൻ. അപ്പം നമ്മൾ ലക്ഷോറിൽ പോയോക്കട്ടെ. നമ്മൾ ഷായറിന് ട്രിപ്പ് അടിച്ചിട്ടോ. ഓൻ പോയി. ഓനേതോ ചെറിയൊരു 150 ഏതോ ട്രിപ്പ് അടിച്ചു പറഞ്ഞു. നമ്മളേതായാലും ലക്ഷോർ പോവാം. ലക്ഷോർ അവിടെ കിടക്കണം. ലക്ഷോർ പോട്ടെ. ലക്ഷോറിൻ്റെ അവിടെ നമ്മൾക്കിപ്പോൾ ഒരു 3 മാച്ച് വന്നിട്ട് ഏതും കിട്ടിയില്ല. ലക്ഷോറിൻ്റെ അവിടെ പോയേക്കാം. അവിടുന്ന് എന്തായാലും അടിക്കാൻ മതിയാവും. നമ്മളിപ്പോൾ ഉള്ളത് രാജഗിരി കോളേജിൻ്റെ അവിടെ തന്നെ കേട്ടോ. നമുക്ക് അവിടുന്ന് ലക്ഷോർ ഹോസ്പിറ്റലിന് ഇവിടെ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ
ഒരു ഫ്ലാറ്റിലോട്ട് ട്രിപ്പ് അടിച്ചിട്ടോ. 350 രൂപ ക്യാഷ് കളക്ട്, 260 രൂപ നമുക്ക് കിട്ടിട്ടോ. ഇപ്പം നമ്മളത് അന്ന് പുറത്തിറങ്ങിയപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടോ. ചോറ്റാനിക്കര മൾട്ടിപ്പിൾ സ്റ്റോപ്പൊക്കെ ഉണ്ട്. മാച്ചാണ് വന്നത്, പക്ഷെ നമ്മളെടുത്തു. നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ അത് വിസ്മയ ബിൽഡിംഗ് കേട്ടോ. നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. ഇത് ചോറ്റാനിക്കര ഭാഗത്തോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. അപ്പം തന്നെ നമുക്ക് ട്രിപ്പ് കൂടെ അടിച്ച് തൃപ്പൂണിത്തറയിലോട്ട് എടുക്കാൻ വേണ്ടി പോവാം. അത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. 275 രൂപ കിട്ടിട്ടോ. 2 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞിട്ട് സ്റ്റോപ്പിൽ ആള് ഇറങ്ങി നേരെ അങ്ങോട്ട് പോകുന്നു. എന്തായാലും ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിന് ഒരു തൃപ്പൂണിത്തറ. ചെറിയ ട്രിപ്പാണ്, 145 അത്ര കണ്ടു. നമ്മളെന്തായാലും പോയി പിക്ക് ചെയ്യാൻ പോകാം കേട്ടോ. പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് മറ്റ് ടോട്ടലി 16 കിലോമീറ്റർ ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പും സെക്കൻഡ് സ്റ്റോപ്പും ടോട്ടലി 16 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിന് നമുക്ക് കിട്ടിയത് 275 രൂപ ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നു. ഗൈസ്, നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഊബർ ഒന്ന് ഓഫ് ചെയ്തേ. നമ്മളെ 3 ഘട്ടം ചെയ്യാൻ ഉണ്ട്. എന്നാലും എന്തായാലും അടിക്കാൻ വിചാരിച്ചു. ഇവിടെ കറക്റ്റ് തൃപ്പൂണിത്തറ സ്റ്റാൻഡിലോട്ടായിരുന്നു കേട്ടോ. 160 രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടോ. 137 രൂപ നമുക്ക് കിട്ടിയേ. നമ്മൾ നോടിയ മുഴുവൻ ചെറിയ ചെറിയ ട്രിപ്പുകൾ മാത്രം. നമ്മൾ എന്തായാലും CNG അടിക്കട്ടെ. കരിങ്ങാച്ചിറ പോയിട്ട് CNG അടിച്ചിട്ട് ഓണാക്കാം. ഒരു ചായ കുടിക്കണം. 4:30 മണിയിലെ ഒരു ചായ കുടിച്ചിട്ട് ഓണാക്കാം. ഓക്കെ ഗൈസ്, 550 രൂപക്ക് CNG അടിച്ച് ഫില്ലാക്കിട്ടോ. ഇനി ഓടിയാൽ മതി. അപ്പം നമ്മൾ ഊബർ ഓൺ ചെയ്യുന്നു. ഊബർ ഓഫായിരുന്നു. നമ്മൾ ടോട്ടൽ 1592 രൂപക്ക് ഓടിട്ടോ. 1600 രൂപക്ക് ഓടി. ഡ്രൈവിംഗ് ടൈം 8 മണിക്കൂർ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഊബർ ഓൺ ചെയ്യാൻ പോകണേ. ട്രിപ്പ് അടിക്കട്ടെ. കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കട്ടോ. ഓൺ ചെയ്തിട്ട് ഊബർ ഓൺ ചെയ്തിന് പക്ഷെ നമുക്ക് ട്രിപ്പ് അടിച്ചില്ല കേട്ടോ. നമ്മളെ ഒരു 5 മിനിറ്റ് ആയിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഹിൽ പാലസിൻ്റെ അങ്ങോട്ട് ഒന്ന് പോയേക്കട്ടോ. അവിടെ നിന്ന് അടിക്കും. ഇപ്പോൾ വൈകുന്നേരം ടൈം ആയില്ലേ, അവിടെ നിന്ന് അടിക്കണം. അന്നേരം നമ്മളാ ഭാഗത്തേക്ക് ഒന്ന് പോയേക്കട്ടെ. ഇവിടെ നമ്മളെ മുന്നിലൊരു ഓൾട്ടോക്കാരുണ്ട് കേട്ടോ. ഓനും കുറേ നേരം ഇവിടെ ഇങ്ങനെ നിൽക്കണം. ഓനും ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഹിൽ പാലസിൻ്റെ അങ്ങോട്ടൊന്ന് പോയേക്കാം. നമ്മൾ ഹിൽ പാലസിൻ്റെ ഫ്രണ്ട് തന്നെ കൊണ്ടുപോയിട്ടോ. ഇവിടെയാണ് ഹിൽ പാലസ് വരുന്നത്. ഇതൊക്കെ ഇതിലൊക്കെ ഗ്രൗണ്ടൊക്കെ കാണാം. ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ. നമുക്കിത് കഴിഞ്ഞ 2 ദിവസം ഞായറാഴ്ച കേട്ടോ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ച്. ഈ ടൈമിൽ തന്നെ വൈകുന്നേരം ടൈമിൽ നമ്മുടെ വൈപ്പിലോട്ട് അടിച്ചത്. ഒരു 4 ഫോറിനേഴ്സ് ആ സ്ഥലത്ത് തന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നിന്ന് എടുക്കാറില്ല. പക്ഷെ അത് പിക്കപ്പ് ചോറ്റാനിക്കരയുന്നുണ്ടോ. എന്നാലും ഇവിടെ നിർത്തിന് ട്രിപ്പ് അടിക്കട്ടെ. ട്രിപ്പ് അടിച്ചിട്ട് കാണാം. നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ. നമുക്ക് 4-5 ട്രിപ്പോളം വന്നു ഇവിടെ നിന്നപ്പം. അപ്പോൾ ഒക്കെ ഭയങ്കര ബ്ലോക്ക്. കലൂര്, പിന്നെ വൈറ്റില, പിന്നെ വന്നത് എടുക്കുക കാക്കനാട്. നമ്മളേത് എടുത്തില്ല. ഇപ്പോൾ ഒരു പുത്തൻ കുരിശ് വന്ന് വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല. റോഡ് ഇച്ചിരി മോശമാണെങ്കിലും നമ്മളെന്തായാലും പോയി പിക്ക് ചെയ്തിട്ടോ. ഒരു കൃഷ്ണ. പക്ഷേ നമ്മളെന്തായാലും പോയി പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. ചെറിയ ട്രിപ്പാട്ടോ. ബാക്കിയൊക്കെ വന്ന വലിയ വലിയ ട്രിപ്പാണ്. 250, 300, 350 ഒക്കെ വന്നിന്. നമ്മളേത് എടുത്തില്ല. നമ്മൾ ചെറിയ ട്രിപ്പ് എടുത്ത്. വലിയ ട്രിപ്പ് എടുക്കണ ഇപ്പം നഷ്ടമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. ചിത്രപ്പുഴ റോഡ് ഓക്കെ. അപ്പോൾ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടോ. പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. നമ്മളില്ലതിപ്പേ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാട്ടോ. നമുക്ക് ആ ട്രിപ്പ് അടിച്ചല്ലോ അവിടുന്ന്. അത് പുത്തൻ കുരിശിലോട്ടായിരുന്നു. അത് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്തിട്ടോ. അവിടുന്ന് അപ്പം തന്നെ നമുക്ക് ട്രിപ്പും കൂടി അടിച്ചു സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട്. പക്ഷെ 1 മണിക്കൂർ എടുത്തു. 18 കിലോമീറ്ററോടെ നഷ്ടമായിപ്പോയി. പിന്നെ ഒരു ട്രിപ്പ് നമുക്ക് തൃക്കാക്കരക്ക് അടിച്ചു. അത് കസ്റ്റമർ ക്യാൻസൽ ചെയ്തിട്ടു സൗത്ത് നിന്ന്. പിന്നെ ഒരു 10-15 മിനിറ്റായി. 10-20 മിനിറ്റായി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്ടോ. ഇപ്പോൾ ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട്. റോസി നമ്മൾ പൂക്കാട്ടുപടി ഭാഗത്തേക്കാ. കസ്റ്റമർ ആരാ ഇറങ്ങിക്കണമെന്നില്ല. ഇപ്പം അവിടെ പോയ തിരക്കാണ്. ട്രെയിൻ വന്നേ ഉള്ളൂ. 7 മണിയായിട്ടോ. നമ്മളെന്തായാലും ഇന്ന് കുറച്ച് നേരം കൂടി ഓടുന്നുണ്ട്. ഇന്ന് ഓടിയില്ലല്ലോ, തീരെ ഓടിയില്ല. അപ്പം എന്താ നമ്മൾ പോയി ഈ ട്രിപ്പ് എടുക്കട്ടെ. ഈ ട്രിപ്പ് എടുത്ത് ക്ലോസ് ആയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഗൈസ്, നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അതിന് ക്യാഷ് കളക്ട് 350 രൂപ കേട്ടോ.
238 രൂപ നമുക്ക് കിട്ടിയ ടോട്ടൽ 2300 രൂപ കൂടിയിട്ട് നമ്മളിപ്പോൾ എടപ്പള്ളി ടോളിലായിട്ടല്ലേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഇനി അത് പിന്നെ ഓഫ് ചെയ്ത് വെച്ചു. കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് വന്നു. എന്തായാലും നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ നിന്നു, ട്രിപ്പ് അടിക്കണില്ല. എന്തായാലും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി നോക്കാം. 1.5 കിലോമീറ്റർ പോയാൽ ലുലുമാളിൽ കയറിയാൽ ട്രിപ്പ് അടിക്കണം. ബ്ലോക്ക് ഉണ്ടാവും ഈ നേരത്ത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കണോ? നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഗൈസ്, നമ്മളിപ്പോൾ റൂമിലെത്തിട്ടോ. 1 മണിയായി ഇപ്പോൾ റൂമിലെത്തിയപ്പോൾ. ഒന്നുമില്ല, നമ്മുടെ ഓട്ടം നമ്മൾ നിർത്തിയത് 7 മണിയായപ്പോൾ നിർത്തിയിട്ടോ. പിന്നെ നമുക്ക് ഓരോ പരിപാടികളുണ്ടായിനി, അപ്പോൾ അതിൻ്റെ ഇങ്ങനെ പോയി. നമ്മളിന്ന് 2300 രൂപയ്ക്ക് ഏൺ ചെയ്തിട്ടോ ഇന്നത്തെ ദിവസം. അതിൽ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ എടുത്തത് 7/6 കേട്ടോ. ലാസ്റ്റ് നമ്മൾ ട്രിപ്പ് എടുത്ത 7/6 നമ്മളിന്ന് ടോട്ടൽ 2290 ട്രിപ്പ് കൂടി 2300 റുപ്യക്കായിട്ട് ഏൺ ചെയ്ത്. നമ്മൾ നാളെ എന്തായാലും ലീവ് കേട്ടോ. നാളെ ലീവാണ്. ഇനിയിപ്പോൾ വ്യാഴാഴ്ച ഞാൻ ഇറങ്ങുള്ളൂ. വ്യാഴാഴ്ച ഇറങ്ങുമല്ലോ. നാളെ എന്തായാലും ലീവാക്കിന്. നാളെ ചെറിയൊരു പരിപാടികളുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് പുറത്തൊന്ന് പോയത്, ചെറിയ കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പുറത്തൊക്കെ പോയി ഇപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി വ്യാഴാഴ്ച കേട്ടോ നമ്മൾ വീഡിയോ ഇടുള്ളൂ. അപ്പോൾ നമ്മളെ അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്യട്ടോ, മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യും, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യും. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ഗുഡ് ബൈ.